ഹലോ, ഇന്നത്തെ റെസിപ്പി ഇറച്ചി കൊണ്ടുള്ള ഈന്തുംപിടിയാണ്. ആദ്യം ഇറച്ചി വേവിക്കാം. കുക്കർ എടുത്ത് 2 സ്പൂൺ വെളിച്ചെണ്ണ ഒഴിച്ച് അതിലേക്ക് ഉലുവ, കരിവേപ്പില, തക്കാളി, വലിയ ഉള്ളി, കുറച്ച് ഉപ്പും കൂടി ഇട്ട് കൊടുത്ത് നന്നായി ഇളക്കി ഇഞ്ചി വെളുത്തുള്ളി ചതച്ചത് ഇട്ട് കൊടുക്കുക. മുളകും പൊടി, മഞ്ഞൾപ്പൊടി, മല്ലിപ്പൊടി ഇട്ട് കൊടുത്ത് നന്നായി ഇളക്കുക. അതിനുശേഷം നമ്മൾ കഴുകി വൃത്തിയാക്കിയ ഇറച്ചി അതിലേക്ക് ഇട്ട് കൊടുക്കുക. എന്നിട്ട് ഇളക്കിയതിന് ശേഷം മൂടി വെച്ച് വേവിക്കുക. ഇനി നമുക്ക് ഈന്തുംപിടി ഉണ്ടാക്കാൻ മാവ് വാട്ടിയെടുക്കാം. ഒരു പാത്രത്തിൽ വെള്ളമെടുത്ത് ഫ്ലെയിം ഓൺ ചെയ്ത് ഉപ്പിട്ട് വെള്ളം തിളച്ചതിന് ശേഷം ഈന്തുംപൊടി ഇട്ട് കൊടുക്കുക. നമ്മൾ പത്തിരിക്ക് വാട്ടിയെടുക്കുന്നത് പോലെ വാട്ടിയെടുത്ത് നന്നായി കുഴച്ചെടുക്കുക. കുഴ ആയതിനു ശേഷം ഈന്തുംപിടി ഉണ്ടാക്കാം. കുഴച്ചു വെച്ച എല്ലാ മാവും ഈ ആകൃതിയിൽ ആക്കുക. അങ്ങനെ കുറേ സമയത്തിന് ശേഷം ഇത് റെഡിയായി. ഒന്നിന്മേൽ ഒട്ടാതിരിക്കാൻ കുറച്ച് പൊടി വിതറി കൊടുക്കണേ. ഉണ്ടാക്കി വെച്ച ഈന്തുംപിടി നന്നായി വേവിക്കുക. അതിനു മുൻപ് ഒരു പാത്രത്തിൽ പെരുംജീരകം വെള്ളത്തിലിട്ട് വെക്കണം. കുടുക്കയിലാണ് വേവിക്കുന്നത്. കുടുക്കയിൽ വെള്ളമെടുത്ത് തീ കത്തിച്ച് നന്നായി തിളച്ചതിന് ശേഷം ആ ഈന്തുംപിടി അതിലേക്ക് ഇട്ട് കൊടുത്ത് 10 മിനിറ്റ് വേവിക്കുക. അതിനുശേഷം അത് ഊറ്റി ഒരു പാത്രത്തിലേക്ക് മാറ്റുക. ഇനി നമുക്ക് തേങ്ങ റെഡിയാക്കാം. ഒരു മുറി തേങ്ങ ചിരകി മിക്സിയുടെ ജാറെടുത്ത് അതിലിട്ട് കൊടുത്ത് നമ്മൾ വെള്ളത്തിലിട്ട് വെച്ച ജീരകം അതിലേക്ക് ഇടുക. തൊലി കളഞ്ഞ 3 ചെറിയുള്ളി ഇട്ട് കൊടുത്ത് കുറച്ച് വെള്ളം ഒഴിച്ച് നന്നായി അരക്കുക. ഇനി അടുത്ത സ്റ്റെപ്പ്, നല്ല മസാല വേണമെങ്കിൽ ചെയ്താൽ മതി. അടുപ്പത്ത് ഒരു പാത്രം വെച്ച് കുറച്ച് വെള്ളം ഒഴിച്ച് കരിവേപ്പില, മുളക്, മഞ്ഞൾപ്പൊടി ഇട്ട് കൊടുത്ത് നമ്മൾ ഉണ്ടാക്കി വെച്ച ഇറച്ചി ഇട്ട് കൊടുത്ത് നന്നായി ഇളക്കുക. പിന്നീട് നമ്മൾ ഉണ്ടാക്കി വെച്ച തേങ്ങ അരച്ചത് അതിൽ ഒഴിക്കുക. നന്നായി ഇളക്കുക. ആവശ്യത്തിന് ഉപ്പ് ഇട്ട് കൊടുക്കുക. വേവിച്ചു വെച്ച ഈന്തുംപിടി അതിലേക്ക് ഇട്ട് കൊടുക്കുക. നന്നായി ഇളക്കുക. തിളച്ചതിന് ശേഷം അടുപ്പത്ത് നിന്നും മാറ്റി വെക്കുക. അങ്ങനെ ഈന്തുംപിടി റെഡി. പ്ലേറ്റിലേക്ക് മാറ്റാം. വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യൂ, ലൈക്ക് ചെയ്യൂ, സപ്പോർട്ട് ചെയ്യൂ, ഷെയർ ചെയ്യൂ. അടുത്ത വീഡിയോയിൽ കാണാം. ബൈ ബൈ.